അരൂർ റെസിഡൻസിയുടെ പ്രോപ്പർട്ടി നമുക്ക് കാണാം. നല്ല റെസ്റ്റോറൻറ്റ്, നല്ല ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അക്കോമഡേഷൻ നല്ലതാണ്. അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ അരൂർ റെസിഡൻസി. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാമെന്ന്. കയറി വരുമ്പോൾ തന്നെ അത് ഇങ്ങനെ ഒരു ഫൗണ്ടൻ കാണാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മൺകലം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെള്ളം വരും. അതിൻ്റെ താഴെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. നല്ല എസ്തെറ്റിക്കലി ചെയ്തിട്ടുള്ള ഒരു ലോബിയാണ് കേട്ടോ. അതിൻ്റെ ലോബിയാണ് ഈ കാണുന്നത്. ബ്രൗൺ ആൻഡ് വൈറ്റിൻ്റെ തീം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ഭംഗിയായിട്ടുള്ളൊരു ലോബി ഉണ്ട് കേട്ടോ. അവിടെ നല്ല രസമുണ്ടെല്ലാം ചെയ്ത് വെച്ചിട്ട്, നീറ്റ് ആൻഡ് ക്ലീൻ. ഇവിടെ ഒരു വീൽ ചെയർ ഉണ്ട്. വീൽ ചെയർ ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് ഉപയോഗിക്കാനായിട്ട്. ഈ തൊട്ട് മുന്നിൽ കാണുന്ന നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ 66. എടപ്പള്ളിയിൽ നിന്ന് അരൂരിനെ കണക്ട് ചെയ്യുന്ന ബൈപ്പാസ് റോഡാണിത്. വളരെ നല്ല റോഡാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫർണിഷിംഗ് ആണ്. നല്ല രസം. ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല നീണ്ട കോറിഡോറാണ്. വേണമെങ്കിൽ മോർണിംഗ് വാക്ക് ഇവിടെ തന്നെ നടത്താം. പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ എണീറ്റ് ഒരു കപ്പ് ചായ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇരുന്നാൽ നല്ല രസമായിരിക്കും. വലിയൊരു കോറിഡോറാണ്. അവിടെ ഇങ്ങനെ ബ്ലൈൻഡ്സൊക്കെ ഇട്ടിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കാണാം. ഉണ്ടോ? ഒരു ചെറിയ തീരദേശ പ്രദേശം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വാട്ടർ ബോഡീസും അതിനകത്ത് കൊക്കും മീനും ഒക്കെ ഉണ്ട്. കുറച്ചും കൂടെയൊക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, പക്ഷേ എന്നാലും ഗുഡ്. ഇതാണ് ഞങ്ങളുടെ 207. ഈ ബ്ലൈൻഡ്സ് നല്ല ഇഷ്ടമാണ്. നല്ല രസം. സ്റ്റെപ്പുണ്ട്, ലിഫ്റ്റ് ഉണ്ട്. എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. വിശന്ന് തുടങ്ങി. ഇതാണ് ഹോട്ടലിൽ തന്നെയുള്ള റെസ്റ്റോറൻ്റാണ്. വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടരട്ടെ. ഇന്നൊന്ന് ലോക്കലൊന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ ഒന്ന് പോയിട്ട് വരാം. ശരി. വേമ്പനാട്ട് കായലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മട്ടാഞ്ചേരി പാലം. എറണാകുളവും അരൂരൊരു ഐലൻഡ് പ്രദേശമാണല്ലോ. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ്. ഇതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പാലമാണ്. മട്ടാഞ്ചേരി പാലം എന്ന് പറയുന്നത്. മോഹൻലാലൊക്കെ പഠിച്ചെന്നൊക്കെ പറയണ്ട. സത്യമാണോ? ഐലൻഡ് ഒരു ദ്വീപിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോയി. സ്ഥലം വിട്ടു കൊടുത്തു. ആ അതെ അതെ അതെ. ഭയങ്കര കയ്യേറ്റങ്ങളുണ്ടെന്ന്. ശരിക്കും ട്രാവൻകൂറിന്റെയും കൊച്ചിയുടെയും ബോർഡറായിരുന്നു. ഇനിയും പ്രവർത്തനം ആരംഭിക്കാത്ത അരൂക്കുറ്റി ബോട്ട്യാർഡാണിത്. നശിക്കുന്നത് കോടികൾ. പൊതുജനങ്ങളുടെ പൈസയാണ് ഇങ്ങനെ പോകുന്ന. കഷ്ടം. കണ്ടു
അതും പെരുമ്പടത്ത മുത്തൂറ്റുകാരെ ഇവിടെ സുപ്രീം കോടതി പറഞ്ഞ് പൊളിപ്പിച്ചു. അത് മരടില്ലേ, അത് മറ്റേ സ്ഫോടനത്തിലും താഴെ പതിയണ രീതിക്കുള്ള. ഇത് ഐസ് ഫാക്ടറിയാണ് കേട്ടോ. ഉള്ളിലൊന്നും കയറി കാണാൻ പറ്റിയില്ല. ശ്രീയേട്ടൻ്റെ സിസ്റ്ററിലോ കാണാൻ പോയപ്പോൾ കണ്ടതാണ് ഞങ്ങൾ. ഇതാണ് സിസ്റ്ററിലോ ശ്രീയേട്ടൻ്റെ. ഓക്കെ, ജനിച്ച് വളർന്ന നാടാകുമ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ശ്രീയേട്ടൻ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അസ്തമയ സൂര്യനെ കണ്ട് ഞങ്ങൾ റൂട്ടിലേക്ക് പോകും. Stay connected with grandmas always. Spread light and shine wherever you go. Tata bye bye till we meet again. Lots and lots of love. അപ്പോൾ ഇത് തീരുന്നില്ല കേട്ടോ. 1-2 എപ്പിസോഡും കൂടി ഉണ്ടാവും ഞങ്ങളുടെ കേരള ട്രിപ്പ് തീരാൻ. ഓക്കെ, ബൈ.